ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മുൻ വർഷ ചോദ്യോത്തരങ്ങളാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. മാർക്കോസ് ഒരു യഥാർത്ഥ കൃഷിക്കാരനാണെന്ന് അയാളുടെ രൂപം പറയുന്നു. കണ്ടെത്തി എഴുതുക. ശ്മശ്രുനിരകൾ വളർന്നു നിൽക്കുന്ന മുഖം. എല്ലുകൾ ഉന്തി നിൽക്കുന്ന ശരീരം. വളഞ്ഞ നട്ടെല്ലും ഒട്ടിയ കവിളും കുഴിഞ്ഞ കണ്ണും അർദ്ധനഗ്നമായ ശരീരവും. ഒറ്റ നോട്ടത്തിൽ അയാളൊരു കൃഷിക്കാരനാണെന്ന് പറയും. ഇനി അടുത്ത ചോദ്യം നോക്കാം. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ. ഇവിടെ പാവമായി കവി കാണുന്നത് ആരെയാണ്? പുതുവർഷം എന്ന കവിതയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. താഴെ ഇത്തിരി മണ്ണിൽ വിനീതമാം പാവത്തെ. ഇവിടെ പാവമായി കവി കാണുന്നത് ആരെയാണ്? അമ്മയെ, തുമ്പയെ, കിളിയെ. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ എന്നുദ്ദേശിക്കുന്നത് തുമ്പയെയാണ്. ഇനി അടുത്തത് വാഴവെട്ട് എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. നിങ്ങളിങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയുന്നുണ്ടല്ലോ. കണ്ണിച്ചോരയില്ലാതെ അടിവരയിട്ട പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? സ്നേഹത്തോടെ പെരുമാറുക, പിശുക്ക് കാണിക്കുക, ദയയില്ലാതെ പെരുമാറുക, സഹാനുഭൂതി കാണിക്കുക. അപ്പോൾ കണ്ണിച്ചോരയില്ലാത്ത പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിച്ചോരയില്ലാതെ പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദയയില്ലാതെ പെരുമാറുന്നതിനെയാണ് പറയുന്നത്. ഇനി അടുത്തത്, പുതുവർഷം എന്ന കവിതാഭാഗത്തിൽ വിവരിക്കുന്ന ജീവിതഘട്ടങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ വിവിധ ജീവിത ഘട്ടങ്ങളെക്കുറിച്ചാണ് അതിൽ കവയിത്രി വിവരിക്കുന്നത്. എങ്ങനെയാണ്? അമ്മ പറയുന്നത് മാത്രം അനുസരണയോടെ കേട്ടിരുന്ന ബാല്യം. അപ്പോൾ ആദ്യം പറയുന്നത് ബാല്യത്തെക്കുറിച്ചാണ്. ബാല്യത്തിൽ അമ്മ പറയുന്നത് മാത്രം അനുസരണയോടെ കേട്ടിരുന്ന ഒരു ബാല്യം. പിന്നെ അടുത്തത് കൗമാരത്തെ എങ്ങനെയാണ് കവയിത്രി പറഞ്ഞിരിക്കുന്നത്? ആരോടും ചേരാനാകാതെ വൈദ്യുതി പോലെ ആപത്തായി മാറുന്ന കൗമാരത്തെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആരോടും ചേരാനാകാതെ വൈദ്യുതി പോലെ ആപത്തായി മാറുന്ന കൗമാരം. ഇനി അടുത്തത് യൗവനം. ജീവിതാനുഭവങ്ങൾ എത്ര തന്നെ ഉണ്ടായിരുന്നാലും പോരാ എന്ന് ആവേശം കാട്ടുന്ന യൗവനം. ഈ ഘട്ടങ്ങളാണ് കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ബാല്യം, കൗമാരം, യൗവനം. ബാല്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അമ്മ പറയുന്നത് മാത്രം അനുസരണയോടെ കേട്ടിരുന്ന ബാല്യം. കൗമാരം ആരോടും ചേരാനാകാതെ വൈദ്യുതി പോലെ ആപത്തായി മാറുന്ന കൗമാരം. പിന്നെ യൗവനം. ഓക്കെ. ഇനി ആ പാവപ്പെട്ട കർഷകൻ്റെ ഉള്ളിൽ തീ പിടിച്ചു. അയൽപക്കത്തെ പുരയ്ക്ക് തീ പിടിച്ചു എന്ന പ്രയോഗം ഇരു സന്ദർഭങ്ങളിലും ഉണ്ടാക്കുന്ന അർത്ഥവ്യത്യാസം എഴുതുക. അപ്പോൾ ആ പാവപ്പെട്ട കർഷകൻ്റെ ഉള്ളിൽ, അതായത് ഉള്ളിൽ എന്ന് പറഞ്ഞാൽ മനസ്സിൽ തീ പിടിച്ചു. പിന്നെ ഇത് പറയുന്നത് രണ്ടാമത്തെ വാക്യം അയൽപക്കത്തെ പുരയ്ക്ക് തീ പിടിച്ചു. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ തീ പിടിച്ചു എന്ന പ്രയോഗം കർഷകൻ്റെ ഉള്ളിൽ ആശങ്ക ഉണർത്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ആദ്യത്തെ ഉള്ളിൽ തീ പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ തീ പിടിക്കും, മനസ്സിൻ്റെ ഉള്ളിൽ തീ പിടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ആശങ്ക ഉണർത്തുക എന്നതാണ്. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിലെ തീ പിടിച്ചു എന്നത് എന്താണ്? അയൽപക്കത്തെ വീടിന് അഗ്നിബാധ ഏറ്റു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അരി തരാൻ ഇല്ലെങ്കിൽ എല്ലാത്തിനും കുറേ വിഷം തന്ന് അങ്ങ് കൊന്നേക്കട്ടെ. മാർക്കോസിൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നതെന്ത്? സഹതാപം, സന്തോഷം, പ്രതിഷേധം, അഹങ്കാരം. അപ്പോൾ അരി തരാനില്ലെങ്കിൽ എല്ലാവർക്കും വിഷം തന്ന് അങ്ങോട്ട് കൊന്നേക്കട്ടെ എന്ന് മാർക്കോസ് പറയുന്നുണ്ട്. അതിലെന്താണ്? സഹതാപമാണോ, സന്തോഷമാണോ, പ്രതിഷേധമാണോ, അഹങ്കാരമാണോ? അപ്പോൾ പ്രതിഷേധമാണ് അതിൽ തെളിയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇടയൻ്റെ മോഹം നാടു ചുറ്റി കാഴ്ചകൾ കാണുകയാവാം. ആയിക്കോട്ടെ, അപ്പോഴും അവൻ്റെ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിൻ്റെ മേൽ തന്നെ ഉണ്ടാകണം. ഈ വരികൾ സൂചിപ്പിക്കുന്നത് എന്ത്? അതായത് ഇടയൻ്റെ മോഹം നാടു ചുറ്റി കാഴ്ചകൾ കാണുന്നതാവാം. ഇടയന് എന്തായിരുന്നു മോഹം? പുറം കാഴ്ചകളൊക്കെ കാണും. പക്ഷേ എന്നാലും അവൻ്റെ കണ്ണ് എവിടെ വേണം? അവൻ്റെ ജോലിയാണ് സ്വന്തം ആട്ടിൻകൂട്ടം, അല്ലേ? അപ്പോൾ സ്വന്തം ആട്ടിൻകൂട്ടിൻ്റെ മേൽ കണ്ണ് വേണം. എന്നിട്ട് വേണം, ആ കണ്ണുണ്ടായിക്കൊണ്ട് വേണം ചുറ്റുള്ള കാഴ്ചകൾ കാണാൻ. ഏതൊരാളിനും അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കാം. അതേസമയം മൂല്യങ്ങളും സംസ്കാരവും നഷ്ടമാകാതെ മനസ്സിൽ സൂക്ഷിക്കുകയും വേണം.
അപ്പം സ്വപ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാം, പക്ഷേ നമ്മുടെ മൂല്യവും സംസ്കാരവും നഷ്ടമാകാതെ മനസ്സിൽ സൂക്ഷിക്കുകയും വേണം. ആ വെളിച്ചം കെടാതെ സൂക്ഷിക്കുമ്പോൾ മാത്രമേ സന്തോഷം അനുഭവിക്കാൻ കഴിയൂ. അപ്പോൾ ഈ ഒരു 3 വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം നമ്മുടെ ആ പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഏതൊരാളിനും അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കാം, അതേസമയം മൂല്യങ്ങളും സംസ്കാരവും നഷ്ടമാകാതെ മനസ്സിൽ സൂക്ഷിക്കുകയും വേണം. ആ വെളിച്ചം കെടാതെ സൂക്ഷിക്കുമ്പോൾ മാത്രമേ സന്തോഷം അനുഭവിക്കാൻ കഴിയൂ. ഓക്കെ, ഇവിടെ ഇടയ ബാലകൻ്റെ കടമ ആടുകളെ നോക്കുകയാണ്. പുറം കാഴ്ചകളിൽ ഭ്രമിക്കുമ്പോഴും സ്വന്തം കടമ മറക്കാതിരിക്കണമെന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. വാഴക്കൂട്ടത്തിന് നേരെ കൈ ഒടിച്ചുകൊണ്ട് വൃദ്ധൻ തുടർന്നു. ഇതാണ് എൻ്റെ അന്നന്നേ അപ്പം. അന്നന്നേ അപ്പം എന്നതുകൊണ്ട് മാർക്കോസ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വ്യക്തമാക്കുക. കഷ്ടിച്ച ഒരേക്കർ സ്ഥലത്ത് അത്യുത്ഥാനമുള്ള ചുവട് പിടിപ്പിച്ച വാഴകളിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് മാർക്കോസ് ചേട്ടത്തിൻ്റെ കുടുംബത്തിനുള്ളത്. അപ്പോൾ ഒരേക്കർ സ്ഥലത്ത് കഠിനമായി അധ്വാനിച്ചിട്ട് പിടിപ്പിച്ച വാഴകളിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് മാർക്കോസ് ചേട്ടൻ. ആ വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തി പോകുന്നത്. അന്നന്നത്തെ ഭക്ഷണത്തിനുള്ള വക അവർ കണ്ടെത്തുന്നത് വാഴ കൃഷിയിലാണ്. അവരുടെ ഉപജീവന മാർഗം അല്ലെങ്കിൽ അവരുടെ ഓരോ ദിവസത്തെയും ചെലവ് ഈ വാഴക്കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അന്നേന്നപ്പം, അതായത് ഓരോ ദിവസത്തെ അപ്പം, അത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉപജീവന മാർഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കൗമാരകാലത്തെ കവയിത്രി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ശരീരവും മനസ്സും സുഖങ്ങളുടെ പിന്നാലെ പായുന്ന അപകടം നിറഞ്ഞ കാലമാണ് കൗമാരക്കാലം. ആകുല ചിന്തകൾ, തീരാത്ത പക, തിളയ്ക്കുന്ന സ്നേഹം, ഇവയെല്ലാം കൗമാരത്തിലെ പ്രത്യേകതകളാണ്. ആപത്തുകൾ എവിടെയും പതിയിരിക്കുന്ന കൗമാരത്തിൽ ആരോടും ചേരുവാനാകാതെ വെറുപ്പും പകയും നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പം കൗമാരത്തെക്കുറിച്ച് എന്താണ് കവി പറയുന്നത്? പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരവും മനസ്സും സുഖങ്ങളുടെ പിന്നാലെ പായുന്ന അപകടം നിറഞ്ഞ കാലം. എന്താണ്? സുഖങ്ങളുടെ പിന്നാലെ പായുന്ന അപകടം നിറഞ്ഞ കാലം, അതാണ് കൗമാരം. ആകുല ചിന്തകൾ, തീരാത്ത പക, തിളയ്ക്കുന്ന സ്നേഹം, ഇവയെല്ലാം കൗമാരത്തിലെ പ്രത്യേകതകളാണ്. ആപത്തുകൾ എവിടെയും പതിയിരിക്കുന്ന കൗമാരത്തിൽ ആരോടും ചേരുവാനാകാതെ വെറുപ്പും പകയും നിറഞ്ഞു നിൽക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യമാണ്. വേറൊരു പൂക്കളം ആവശ്യമില്ല എന്ന് കവയത്രി പറയുന്നത് എന്തുകൊണ്ട്? സ്നേഹമയ്യായി ജ്വലിച്ചു നിൽക്കുന്ന അമ്മയുടെ മുഖം എല്ലാ പൂക്കൾക്കും ഭംഗിക്കും മുകളിലായതുകൊണ്ട്. എന്തുകൊണ്ടാണ് വേറൊരു പൂക്കളം ആവശ്യമില്ല എന്ന് പറയുന്നത്? സ്നേഹമയ്യായി ജ്വലിച്ചു നിൽക്കുന്ന അമ്മയുടെ മുഖം എല്ലാ പൂക്കളിനെക്കാട്ടിയും എന്താണ്? അമ്മയുടെ മുഖമാണ് ഏറ്റവും ഭംഗി. എല്ലാ പൂക്കൾക്കും ഭംഗികൾക്കും മുകളിലായത് അമ്മയുടെ മുഖമാണ്. അതുകൊണ്ടാണ് വേറൊരു പൂക്കളം ആവശ്യമില്ല എന്ന് കവി പറയുന്നത്. ഇനി നമ്മൾ മാർക്കോസ് ചേട്ടൻ്റെ പാഠഭാഗത്തിൻ്റെ ആശയം ആണ് നമ്മൾ പറയുന്നത്. 4 മാർക്കിന് പല വിധത്തിൽ ആ പാഠത്തെക്കുറിച്ചുള്ള ഒരു ആശയമാണ് ഇത്. നിങ്ങൾ പഠിച്ചു വെക്കുക. ജന്മിയുടെ ചൂഷണം, ദാരിദ്ര്യം, സർക്കാരിൻ്റെ അവഗണന, അന്ധവിശ്വാസം തുടങ്ങിയ പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്ന സാധാരണ ജനവിഭാഗത്തിൻ്റെ ശബ്ദമാണ് പൊൻകുന്നം വർക്കികളുടെ കഥകളിൽ തെളിയുന്നത്. മതം, സാമൂഹിക ജീവിതം, രാഷ്ട്രീയം എന്നീ മേഖലകളിലെല്ലാം സാധാരണക്കാരൻ്റെ പക്ഷത്തായിരുന്നു അദ്ദേഹം. നല്ല അനുഭവജ്ഞാനമുള്ള കർഷകനാണ് മാർക്കോസ് ചേട്ടൻ. അപ്പോൾ മാർക്കോസ് ചേട്ടൻ എന്താണ്? നല്ല അനുഭവജ്ഞാനമുള്ള കർഷകനാണ്. അന്നേനപ്പം, അതായത് അന്നേനപ്പം എന്ന് പറഞ്ഞാൽ ജീവിതോപാധി എന്നതിൽ കവിഞ്ഞ് മണ്ണിനെയും കൃഷിയെയും ജീവന് തുല്യം സ്നേഹിച്ച കഠിനാധ്വാനി. എങ്ങനെയാണ് പറയുക? അന്നേനപ്പം എന്നതിൽ കവിഞ്ഞ് മണ്ണിനെയും കൃഷിയെയും ജീവന് തുല്യം സ്നേഹിച്ച കഠിനാധ്വാനി. കഷ്ടിച്ച ഒരേക്കർ സ്ഥലമേ അദ്ദേഹത്തിനുള്ളൂ. അത്യധ്വാനം കൊണ്ട് കരുപിടിപ്പിച്ച കുറേ വാഴകളാണ് ആ പുരയിടത്തിൻ്റെ പച്ചപ്പ്. ജീവിതം കരുപിടിപ്പിക്കാൻ നന്നേ കഷ്ടപ്പെടുകയാണ് മാർക്കോസ് ചേട്ടൻ. ആ സാഹചര്യത്തിലാണ് രോഗഭീഷണി ആരോപിച്ച് വാഴകൾ വെട്ടിക്കളയുന്നതിനുള്ള ഉത്തരവ് ഇറങ്ങുന്നത്. ഇത് മാർക്കോസ് ചേട്ടൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധിയും ചിന്തകളുമാണ് കഥയുടെ പ്രമേയം. കാർഷിക വൃത്തിയെ വൈകാരികമായി കാണുന്ന നിരവധി സന്ദർഭങ്ങൾ കഥയ്ക്ക് ആസ്വാദ്യത നൽകുന്നു.
അടുത്തൊരു ചോദ്യം നോക്കാം. മണ്ണും മക്കളും വാഴകളും മാർക്കോസിന് ഒരുപോലെയാണ്. ഈ പ്രസ്താവനയുടെ അർത്ഥവ്യാപ്തി വിശദമാക്കുക. മണ്ണും വാഴകളും മാർക്കോസിന് മകളെ പോലെ ആയിരുന്നു. വാഴകൾക്ക് അസുഖം ബാധിച്ചിരിക്കുന്നുവെന്നും വെട്ടിക്കളയണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ മാർക്കോസ് ഞെട്ടിപ്പോയി. തൻ്റെ ജീവിതത്തിൻ്റെ രക്തധമനികളാണ് വാഴകൾ എന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. ആ വാഴകളെ വെട്ടുന്നത് സ്വന്തം മക്കളെ വെട്ടുന്നതിന് തുല്യമായി അയാൾ കണക്കാക്കുന്നു. അപ്പം മണ്ണും മക്കളും വാഴകളും മാർക്കോസിന് ഒരുപോലെയാണ്. എങ്ങനെയാണോ മക്കളെ സ്നേഹിക്കുന്നത് അതുപോലെയാണ് മാർക്കോസ് മണ്ണിനെയും വാഴകളെയും സ്നേഹിച്ചിരുന്നത്. അപ്പം വാഴകൾക്ക് അസുഖം ബാധിച്ചിരിക്കുന്നു, അതിനെ വെട്ടിക്കളയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ മക്കളെ വെട്ടിക്കളയുന്നത് പോലെയാണ് തോന്നിയത്. അപ്പോൾ വാഴകളെ വെട്ടുന്ന സ്വന്തം മക്കളെ വെട്ടുന്നതിന് തുല്യമായി അദ്ദേഹം കാണുന്നു. അപ്പോൾ നമ്മൾക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ലൈക്ക് ഇടാനും ആരും മറക്കരുത്. ഈ പ്രാവശ്യത്തെ അതായത് സെപ്റ്റംബറിൽ നടക്കുന്ന ഓണപരീക്ഷയുടെ ആൻസർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം പ്ലേലിസ്റ്റ് തന്നെയാണ്. അതായത് ഓണം എക്സാം 2024 ക്ലാസ് 8 എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ആൻസർ കീയൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ 8ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്